In the last video, we have studied about the components of blood and how they help in the transport of simple nutrients with the help of heart and different blood vessels. Today, we are going to discuss about double circulation, portal circulation, and how do cells get nutrients from blood. ദ്വിപര്യനം അഥവാ ഡബിൾ സർക്കുലേഷൻ എന്നുദ്ദേശിക്കുന്നത് നാം പഠിച്ചതുപോലെ ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്കും രക്തമൊഴുകുമ്പോൾ 2 തവണ ഹൃദയ അറകളിലൂടെ കടന്നു പോകുന്നതിനാൽ മനുഷ്യരിൽ ഡബിൾ സർക്കുലേഷൻ അഥവാ ദ്വിപര്യനമാണ് നടക്കുന്നത് എന്നാണ്. ഡബിൾ സർക്കുലേഷൻ ഇൻക്ലൂഡ്സ് systemic circulation and pulmonary circulation. Systemic പര്യനവും പൾമണറി പര്യനവും. സിസ്റ്റമിക് പര്യനം ഇടതു വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു. വലതു വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്നതാണ് പൾമണറി പര്യനം. ഇല്ലസ്ട്രേഷൻ ശ്രദ്ധിക്കൂ. Systemic circulation starts from the left ventricle and ends in the right atrium. The circulation which starts from the right ventricle and ends in the left atrium is called pulmonary circulation. ആഹാരത്തിൻ്റെ ദഹനം കഴിഞ്ഞ് ചെറുകുടലിൽ വെച്ച് പോഷകങ്ങൾ രക്തത്തിലേക്ക് കലരുന്നുവെന്ന് നമ്മൾ പഠിച്ചു. That is, how do the simple nutrients which are absorbed into the blood from the small intestine reach heart? See, certain veins do not reach the heart directly. അതായത് ചില സിരകൾ ഹൃദയത്തിലെത്താതെ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. ഇത്തരം സിരകളാണ് പോർട്ടൽ സിരകൾ. പോർട്ടൽ വെയിൻസ് ബിഗിൻ ഫ്രം വൺ ഓർഗൻ ആസ് കാപ്പിലറീസ് ആൻഡ് എൻഡ് ഇൻ അനദർ ഓർഗൻ ആസ് കാപ്പിലറീസ്. പോർട്ടൽ സിരകൾ ഒരവയവത്തിൽ നിന്ന് രക്തലോമികകളായി ആരംഭിച്ച് മറ്റൊരു അവയവത്തിൽ ലോമികകളായി അവസാനിക്കുന്നു. ഇങ്ങനെ പോർട്ടൽ സിരകൾ ഉൾപ്പെട്ട രക്തപര്യനമാണ് പോർട്ടൽ വ്യവസ്ഥ. ഉദാഹരണം ഹെപ്പാറ്റിക് പോർട്ടൽ വ്യവസ്ഥ. ദാറ്റ് ഈസ്, പോർട്ടൽ സർക്കുലേഷൻ ഈസ് ദ സിസ്റ്റം ഓഫ് ബ്ലഡ് സർക്കുലേഷൻ ഇൻ വിച്ച് പോർട്ടൽ വെയിൻസ് ആർ ഇൻക്ലൂഡഡ്. എക്സാമ്പിൾ ഈസ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. See the illustration here. എന്തിനാണ് ചെറുകുടലിൽ വെച്ച് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭക്ഷണത്തിലെ പോഷക ഘടകങ്ങൾ കരൾ അഥവാ ലിവറിൽ എത്തുന്നത്? You know why? Liver is the center of metabolism. ഉപാചപയ പ്രവർത്തനങ്ങൾ, അതായത് ശരീരത്തിലെ ജീവൽ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് കരൾ. Liver is the center of metabolism. Simple nutrients undergo several changes in the liver. ലഘു പോഷകങ്ങൾക്ക് കരളിൽ വെച്ച് പല മാറ്റങ്ങളും സംഭവിക്കുന്നു. They are storing of glucose as glycogen, അതായത് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്നു. റിലീസിങ് എനർജി ഫ്രം ഫാറ്റി ആസിഡ്സ്, ഫാറ്റി ആസിഡിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുന്നു. പ്രൊഡ്യൂസിങ് കൊളസ്ട്രോൾ, കൊളസ്ട്രോളിൻ്റെ നിർമ്മാണം. Have you understood the role of heart in the distribution of nutrients to all parts of the body? It is the rhythmic heartbeat behind this. What's a heartbeat? ഒരു ഹൃദയസ്പന്ദനത്തിന് 0.8 സെക്കൻഡ് വേണ്ടി വരും. ഹൃദയ അറകളുടെ സങ്കോചത്തെ സിസ്റ്റോൾ എന്നും പൂർവ്വസ്ഥിതിയിലെത്തുന്ന കണ്ടീഷനെ ഡയസ്റ്റോൾ എന്നും പറയുന്നു. ഒരു സിസ്റ്റോളും അതിനോടനുബന്ധിച്ചുള്ള ഡയസ്റ്റോളിനെയും ചേർത്ത് ഒരു ഹാർട്ട് ബീറ്റ് അഥവാ ഹൃദയസ്പന്ദനം എന്ന് പറയുന്നു. ദ ഹാർട്ട് ബീറ്റ്സ് അറ്റ് ആൻ ആവറേജ് റേറ്റ് ഓഫ് 72 ടൈംസ് പെർ മിനിറ്റ്. ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി 72 തവണ എന്ന ക്രമത്തിൽ സ്പന്ദിക്കുന്നു. ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങൾക്കനുസരിച്ച് ഹൃദയ അറകളിലേക്ക് രക്തമൊഴുകുകയും
അവിടെ നിന്നും പുറത്തേക്കും ഒഴുകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന തരംഗചലനം ധമനീഭിത്തിയിലും ഉടനീളം അനുഭവപ്പെടുന്നുണ്ട്. അതിനെയാണ് നാം പൾസ് എന്ന് പറയുന്നത്. പൾസിൻ്റെ നിരക്കും ഹൃദയമിടിപ്പിൻ്റെ നിരക്കും തുല്യമായിരിക്കും. Listen, what's a pulse? The wave-like movement formed due to the contraction and relaxation of the heart is felt throughout the walls of the arteries. This is called pulse. ഓരോ തവണയും ഹൃദയം സങ്കോചിക്കുമ്പോൾ ഏകദേശം 70 മില്ലി രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ അധിക രക്തം ധമനികളിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ. ഇത് 120 mmHg ആണ് നോർമൽ റേറ്റ്. When the heart dilates fully, the same quantity of blood enters the heart. ഈ അവസരത്തിൽ ധമനികളിൽ മർദ്ദം സ്വാഭാവികമായിട്ട് കുറയും. ഇതാണ് ഡയസ്റ്റോളിക് പ്രഷർ. ഇത് 80 mmHg ആണ് നോർമൽ റേറ്റ്. ഈ രണ്ട് മർദ്ദങ്ങളും ചേർത്താണ് ഒരാളുടെ രക്തസമ്മർദ്ദം പ്രസ്താവിക്കുന്നത്. നമുക്ക് നിങ്ങൾ ഡോക്ടറുടെ അടുത്തൊക്കെ പോകുമ്പം പ്രഷർ നോക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഉപകരണത്തിൻ്റെ പേരാണ് ഈ ചിത്രത്തിൽ എന്താണ്? സ്വിഗ്മോ മാനോമീറ്റർ ഈ ചിത്രത്തിൽ കാണുന്നത്. രക്തസമ്മർദ്ദം ഈ റേറ്റിൽ നിന്ന് കൂടുന്നതിനെ ഹൈപ്പർ ടെൻഷൻ എന്നും അല്ലെങ്കിൽ അതിരക്തസമ്മർദ്ദമെന്നും കുറയുന്ന അവസ്ഥയെ ഹൈപ്പോ ടെൻഷൻ എന്നും പറയുന്നു. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, ഉപ്പ്, കൊഴുപ്പ് ഇവ കൂടിയ ഭക്ഷണ രീതികൾ, പുകവലി, വ്യായാമമില്ലായ്മ, മറ്റു ജീവിതശൈലികൾ ഇവയൊക്കെ രക്തസമ്മർദ്ദ നിരക്ക് വ്യത്യാസപ്പെടുത്തുന്നതിനുള്ള കാരണങ്ങളാണ്. ദാറ്റ് ഈസ് unhealthy habits such as excess use of salt and fat, smoking, lack of exercise, etc. ഈ യൂണിറ്റ് തുടങ്ങിയപ്പോൾ 2 കുട്ടികളുടെ സംഭാഷണം നമ്മൾ വായിച്ചു. കുട്ടിയുടെ സംശയം എന്തായിരുന്നു? പോഷകങ്ങൾ കോശങ്ങളിൽ എത്തിക്കുന്നതിന് രക്തം കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്നുണ്ടോ? ഇതായിരുന്നു അവരുടെ ഡൗട്ട്. നമുക്കും സംശയമുണ്ട് അല്ലേ? ഓക്കെ. How do cells get nutrients from blood? Look at this illustration. When blood flows through capillaries, the fluid part of blood oozes into the intercellular spaces through minute pores of the capillary wall. This fluid that is formed in the inner cellular space is tissue fluid. Exchange of materials such as simple nutrients, oxygen, carbon dioxide and other waste products takes place between tissue fluid and cells. Tissue fluid is absorbed into the blood and lymph capillaries. അതായത് രക്തലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമികാഭിത്തിയിലെ ചെറു സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശാന്തര സ്ഥലത്തേക്ക് ഊറിയിറങ്ങുന്നു. കോശാന്തര സ്ഥലത്ത് രൂപപ്പെടുന്ന ഈ ദ്രാവകമാണ് ടിഷ്യൂ ദ്രവം അഥവാ ടിഷ്യൂ ഫ്ലൂയിഡ്. ടിഷ്യൂ ദ്രവവും കോശങ്ങളും തമ്മിലാണ് പോഷകങ്ങളും ഓക്സിജനും കാർബൺ ഡയോക്സൈഡും മറ്റും വേസ്റ്റ് പ്രോഡക്റ്റുകളുടെയും കൈമാറ്റം നടക്കുന്നത്. Tissue fluid is absorbed not only into the blood capillaries, also to the lymph capillaries. The tissue fluid inside the lymph capillary is called as lymph. ടിഷ്യൂ ദ്രവം രക്തത്തിലേക്കും ലിംഫ് ലോമികകളിലേക്കും ആഗിരണം ചെയ്യപ്പെടുന്നു. ലിംഫ് ലോമികകൾക്കുള്ളിലുള്ള ടിഷ്യൂ ദ്രവമാണ് ലിംഫ്. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ചെറുകുടലിൽ വെച്ച് ലിംഫിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു എന്ന് നാം പഠിച്ചിട്ടുമുണ്ട്. The lymph formed from blood passes through lymph ducts and returns to the blood. The lymphatic system consists of lymph capillaries, lymph ducts, lymph nodes and spleen. Anyway, a healthy heart is essential for a healthy life. ആരോഗ്യകരമായ ജീവിതത്തിന് ഹൃദയാരോഗ്യം അത്യാവശ്യമാണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഉപ്പ്, കൊഴുപ്പ് ഇവ കൂടുതൽ അടങ്ങിയ ഭക്ഷണം നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് അമിത കൊഴുപ്പ്, ഉപ്പ് ഇവ അപകടകരമാകുന്നത് എന്നറിയണ്ടേ? അധികമായ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ്
രക്തധമനികളിൽ അടിഞ്ഞുകൂടുകയും രക്തക്കുഴലുകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും രക്തസഞ്ചാരം തടസ്സപ്പെടുകയും ചെയ്യുന്നു. അഥെറോസ്ക്ലീറോസിസ് എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു. Atherosclerosis is the condition in which accumulation of fat in the arterial walls takes place due to consumption of excess fatty food. As a result of this, the inner diameter of the artery reduces. Moreover, arterial walls lose elasticity and may rupture. Inner wall becomes rough. Hence, RBCs may clump together to form blood clot in the coronary vessels, which may cause heart attack. Exercise or physical activities can burn the excess fat in our body. So, for a healthy heart, do regular exercise or physical activities. Avoid excess fatty and salty food items. Avoid smoking. Okay. നാം ഇതുവരെ പഠിച്ചത് ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പദാർത്ഥങ്ങളുടെ സംവഹനത്തിന് രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം ഇവ വഹിക്കുന്ന പങ്കിനെക്കുറിച്ചാണ്. If so, how do transport of materials takes place in plants? Instead of blood vessels, there are vascular tissues or conducting tissues in plants for the transportation of materials. They are xylem and phloem tissues. They are also known as complex tissues or സങ്കീർണ കലകൾ. ഈ സംവഹന കലകൾ അഥവാ കണ്ടക്റ്റീവ് ടിഷ്യൂസ് ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കിയിരിക്കുന്ന നീണ്ട കുഴലുകളായി സസ്യങ്ങളുടെ വേര് മുതൽ ഇലകൾ വരെ ജലവും ആഹാരവും ലവണങ്ങളും എത്തിക്കുന്നതിന് സഹായിക്കുന്ന സസ്യകലകളാണ്. Vascular tissues in plants extended from the roots to leaves in an interconnected manner. You know that the water and salts that roots absorb from the soil reach the leaves through xylem, the vascular tissue. Transportation of water takes place through tracheids and vessels, the dead cells of xylem. The diameter of vessels is greater than that of tracheids. Vessels are arranged one above the other. As the cell walls between the vessels disintegrate, they look like long pipes. How does water reach the tree through the xylem naturally? എങ്ങനെയാണ് വെള്ളം, ജലം, വലിയ വലിയ വൃക്ഷങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ മുകളിൽ നോർമലായിട്ട് എത്തിച്ചേരുന്നത്? This happens due to the combined actions of many processes. They are transpiration, root pressure, cohesion, and adhesion. Transpiration can be observed through a simple experiment. Take two potter plants, one with leaves and the other without leaves. Cover them using transparent polythene bag as shown in the figure, textbook page number 43, figure 3.9. Examine both the bags after some time. What happens? What changes do you observe? Yes, we can see water drops in the polythene bag which is covered on the plant with leaves. We can report that the water came out from the leaves. That is, water is expelled from leaves due to evaporation. This process is called transpiration. Once again, transpiration is the process in which water is lost or expelled from the plants in the form of water vapor through stomata.
What's the role of transpiration in transporting water absorbed by the roots to the leaves? See, water is lost from the intercellular spaces of leaves through stomata by transpiration. It reduces the pressure in the cells of leaves. ഈ പ്രഷർ കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രഷർ ഡിഫറൻസ് കോമ്പൻസേറ്റ് ചെയ്യുന്നതിനായിട്ട് വാട്ടർ എൻറ്റേഴ്സ് ദീസ് സെൽസ് ഫ്രം അഡ്ജസൻറ്റ് സെൽസ് ത്രൂ ദ പ്രോസസ് ഓസ്മോസിസ്. ഈ പ്രഷർ ഡിഫറൻസ് റെഗുലേറ്റ് ചെയ്യുന്നതിനായിട്ട് ഓസ്മോസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു പ്രോസസ്സ് അനുസരിച്ച് കൂടുതൽ വാട്ടർ അവിടേക്ക് കടക്കുന്നു, ആ കോശങ്ങളിലേക്ക് കടക്കുന്നു. The transpiration pool developed due to transpiration helps to carry water to the top. കൂടാതെ water molecules have the capacity to stick to themselves and with the walls of the vessels through which they move. ജലതന്മാത്രകൾക്ക് പരസ്പരം അട്രാക്റ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു അട്രാക്റ്റ് ചെയ്ത് മൂവ് ചെയ്യുന്നതിനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതിന് പറയുന്നത് അഡ്ഹഷൻ എന്നും കൊഹിഷൻ എന്നും. ഇനി വാട്ടർ മോളിക്യൂൾസ് സഞ്ചരിക്കുന്ന വെസൽസിൻ്റെ ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതിനുള്ള ടെൻഡൻസിക്ക് പറയുന്നത്, ഒട്ടിപ്പിടിച്ച് നീങ്ങുന്നതിന് കഴിയുന്നതിന് അഡ്ഹഷൻ എന്നും പറയുന്നു. Once again, adhesion is the capacity of water molecules to stick with the walls of vessels through which they move. Cohesion is the capacity of water molecules to stick to themselves. Along with this, the root pressure developed in the cells of root due to absorption of water also helps in raising water. Next, transport through phloem. Transport through phloem. Food is transported in the form of sucrose through the sieve tube, the main part of the phloem. Like xylem vessels, sieve tubes are also seen as pipes arranged one above the other. But differing from xylem vessels, pores are seen in their cross walls. Through these pores, the cytoplasm of sieve tubes are interconnected through which food molecules can travel. Cavanian cells are also seen along with the sieve tubes. They also help in transportation of food.